الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إنما المؤمنون إخوة فأصلحوا بين أخويكم واتقوا الله لعلكم ترحمون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി പാലിച്ചും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്ന മനുഷ്യരുടെ സവിശേഷതകളെ പറ്റിയിട്ടാണ്. വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരോട് അല്ലാഹു ശക്തമായ സ്നേഹം പുലർത്തുന്നു. അവരും അല്ലാഹുവിനെ സ്നേഹിക്കുന്നു. അതിലെ സവിശേഷത ഒന്ന് നമ്മൾ പറഞ്ഞത്, രിദ്ദത്തിൽ നിന്ന്, മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന ചിന്താഗതികളോ സ്വഭാവ സവിശേഷതകളോ ഇല്ലാത്തവരായിരിക്കും അവർ. അള്ളാഹുവിൻ്റെ ദീനിനെ എത്രമാത്രം ആദരവോടെയും അങ്ങേയറ്റത്തെ വിശുദ്ധിയോടെയും റബ്ബിൻ്റെ ദീനിനെയും ആ ദീനിൻ്റെ നിയമങ്ങളെയും അതിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ നോക്കിക്കാണുന്ന ആദരിക്കുന്ന ആളുകളായിരിക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്നവർ. തങ്ങളുടെ യുക്തിക്കോ ബുദ്ധിക്കോ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് മതത്തെ പരിഹാസ്യമാക്കുന്ന പ്രവണതകളിൽ നിന്ന് അവർ മാറി നിൽക്കും എന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഇനി രണ്ടാമത്തെ അവരുടെ പ്രത്യേകത വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചത് അസില്ലത്തിൽ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൽ അലൽ കാഫിരീൻ. രണ്ടാമത്തെ അവരുടെ പ്രത്യേകതയാണ് അസില്ലത്തിൽ അലൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങളോട് ദില്ലത്ത് കാണിക്കും, മുഅ്മിനീങ്ങളോട് അവർ വിനയം കാണിക്കും, താഴ്മ കാണിക്കും, ഒതുക്കം കാണിക്കും. അഇസ്സത്തിൻ
അലൽ കാഫിരീൻ, സത്യനിഷേധികൾക്ക് മേലാകട്ടെ അവരുടെ പ്രതാപം അവർ പ്രകടിപ്പിക്കുകയും ചെയ്യും. വിശ്വാസികളുടെ അല്ലാഹ് സ്നേഹിക്കുന്ന യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു എന്ന് അല്ലാഹ് ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനെ തിരിച്ചും ഇഷ്ടപ്പെടുന്ന ജനതയെ അല്ലാഹ് പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ സവിശേഷതയായിട്ട് രണ്ടാമത് അല്ലാഹ് എണ്ണി പറഞ്ഞതാണ് ഈ പറയുന്നത്. വിശ്വാസികളോട് അങ്ങേയറ്റത്തെ വിനയവും താഴ്മയുമുള്ള സ്വഭാവത്തിൻ്റെ ഉടമകളായിരിക്കും അവർ. സത്യവിശ്വാസികൾക്കിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ബന്ധങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. വിശ്വാസികൾക്കിടയിൽ അനിവാര്യമായും കാത്തു സൂക്ഷിക്കപ്പെടേണ്ട ബന്ധങ്ങളുണ്ട്, അതിൻ്റെ രീതികളുണ്ട്. ഒന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്ത് ബഅദുഹും ഔലിയാ ബഅദ്. വൽ മുഅ്മിനൂൻ ഈമാനുള്ള ആളുകൾ, വൽ മുഅ്മിനാത്ത് ഈമാനുള്ള സ്ത്രീകൾ, ബഅദുഹും ഔലിയാ ബഅദ് അവർ പരസ്പരം ഔലിയാക്കന്മാരാണ്, പരസ്പരം വലിയകളാണ്, വിലായത്ത് കൊടുക്കുന്നവരാണ്. എന്താ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചത്? പരസ്പരം അവർക്കിടയിൽ മൈത്രി ബന്ധമുണ്ടാകണം, പരസ്പരം അവർക്കിടയിൽ അടുപ്പമുള്ള ബന്ധമുണ്ടാകണം, അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംരക്ഷണാധികാരമുള്ള ബന്ധമുണ്ടാകണം. ഇതാ വിശുദ്ധ ഖുർആൻ ഉദ്ദേശിച്ചത്. വിശ്വാസികൾക്കിടയിൽ ഈ ഒരു ബന്ധം നിലനിർത്തണമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ സവിശേഷതയായിട്ട് പഠിപ്പിച്ചതാണ്. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കണം, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കിടയിൽ സ്നേഹമുണ്ടാകണം, ഗുണകാംക്ഷ ഉണ്ടാകണം. ഇതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്കിടയിലെ ബന്ധത്തെ സൂചിപ്പിച്ചതാണ്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. കാഫിറാണെന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ പറ്റാത്ത ആൾക്കാരോടൊക്കെ പുലർത്തേണ്ട നിബന്ധനയാണിത്. നമ്മൾ ആളുകളുടെ ദീനും ഈമാനൊക്കെ അളക്കും. സംഘടനകൾ വ്യത്യാസപ്പെടുമ്പോൾ നമ്മളൊരു പ്രവണതയാണ്, പുതിയ തലമുറയിൽ കൂടി വന്ന ഒരു പ്രവണതയാണ്. സംഘടനകളുടെ വ്യത്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഅ്മിനാണോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് പോവുക. ഞാൻ പറഞ്ഞു, സംഘടനകൾ എന്തിനാ? സംഘടനകൾ നമ്മെ കൂടുതൽ നല്ലത് പഠിക്കാൻ അവസരം ഉണ്ടാക്കാനാണ്, അതല്ലാതെ കൂടുതൽ ചീത്ത പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി തരാനല്ല സംഘടനകൾ. പക്ഷേ അതിൻ്റെ അടിത്തറയിൽ എന്ത് ചെയ്യുക? ആളുകളുടെ ഈമാനെ അളക്കുന്ന പ്രവണത. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിലായത്ത് കൊടുത്തിരിക്കണം. എൻ്റെ മേൽ നിങ്ങൾക്ക് സംസാരിക്കാനും വിമർശിക്കാനും നന്നാക്കാനും കുറ്റപ്പെടുത്താനുമുള്ള അവകാശമുണ്ട്. നിങ്ങളിൽ ആർക്കും, എനിക്കും നിങ്ങൾക്ക് മേലുണ്ട്. ഇത് വകവെച്ചു കൊടുക്കുക എന്നതാണ് വിശ്വാസി ആദ്യം ചെയ്യേണ്ടത്. ഔലിയാ ബഅദുഹും ഔലിയാ ബഅദ് എന്ന് പറഞ്ഞാൽ അതാ. അവരും മിത്രങ്ങളാണ് പരസ്പരം. അവർക്കിടയിൽ ഈ ഒരു ബന്ധമുണ്ടാകണം, ഒരു സംരക്ഷണാധികാരത്തിൻ്റെ ബന്ധമുണ്ടാകണം. ആ ബന്ധമില്ലാതെ ഈമാനുള്ള ആളുകൾക്ക് എന്നെ ഉപദേശിക്കാൻ അർഹതയില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ സവിശേഷത ഞാൻ പൊളിച്ചു. ചില ആളുകൾ അങ്ങനെ വിചാരിക്കും. അവൻ ആരാ എന്നോട് ചോദിക്കാൻ? മുഅ്മിനിനെ പറ്റിയിട്ട്, സത്യവിശ്വാസിനെ പറ്റിയിട്ട് എന്നോട് സംസാരിക്കാൻ അവൻ എന്ത് അർഹത? നമ്മൾ തീരുമാനിക്കാണ്, എനിക്കാണ് അവനേക്കാൾ വലിയ അർഹത, അവൻ ഇങ്ങനെ താഴ്ന്നവനാണ്. ഇതൊക്കെ കുഫറിന്റെ എസൻസ് ആയിട്ട് പുറത്തേക്ക് വരുന്ന സ്വഭാവം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതല്ലാതെ ഈമാനിന്റെ മാധുര്യത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സ്വഭാവമല്ല ഇത്. കുഫറിനുമായിട്ടാണ് ഇത്തരം സ്വഭാവങ്ങൾക്ക് ബന്ധമുള്ളത്. അതുകൊണ്ട് വിശ്വാസികൾ പരസ്പരം എന്തായിരിക്കണം? പരസ്പരം ബഅദുഹും ഔലിയാ ബഅദ്, അവർ പരസ്പരം ഔലിയാക്കന്മാരായിരിക്കണം. സാഹോദര്യം നിലനിർത്തുന്ന മിത്രങ്ങളായി അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശമുള്ള ചോദ്യം ചെയ്യാൻ അവകാശമുള്ളവരായിരിക്കും. അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്. അഭിപ്രായ വ്യത്യാസങ്ങളാണ് നമുക്കിടയിലെ ആദർശപരമായ അഭിപ്രായ വ്യത്യാസങ്ങളാണ്, അല്ലെങ്കിൽ സംഘടനാപരമായ അഭിപ്രായ വ്യത്യാസമാണ്, അല്ലെങ്കിൽ ഫിഖ്ഹി ആയിട്ടുള്ള അഭിപ്രായ വ്യത്യാസമാണ്. അവൻ മുഅ്മിനല്ല എന്ന് ഞാൻ തീരുമാനിക്കാൻ എടുക്കുന്ന ന്യായമെങ്കിൽ ഇത് പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യും. നമുക്ക് സഹാബത്തിനിടയിൽ യുദ്ധമുണ്ടായി. മുആവിയ റളിയല്ലാഹു അൻഹുവും അതുപോലെ തന്നെ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു തമ്മിൽ യുദ്ധമുണ്ടായി. സുഫീൻ താഴ്വരയിൽ രണ്ട് കൂട്ടരുടെയും സൈന്യം പരസ്പരം ഏറ്റുമുട്ടി. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഘാതകരെ പിടിക്കുന്നത് വരെ അലിയെ അംഗീകരിക്കാൻ പറ്റൂല എന്ന നിലപാടുമായിട്ടാണ് മുആവിയ റളിയല്ലാഹു അൻഹു നിന്നത്. നമ്മൾ
ആ കഥകൾ, ചരിത്രങ്ങൾ വായിക്കുമ്പോൾ രണ്ടുപേർ ആരെയും നെഗറ്റീവായ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരണ്ട. കാരണം അവർ മുജ്തഹിദുകളാണ്. നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ സഹാബികൾക്കിടയിലുള്ള ഭിന്നതയും സഹാബികൾക്കിടയിലുണ്ടായ യുദ്ധവും അവർക്കിടയിലുള്ള ചേരിതിരിവൊക്കെ ഇപ്പോൾ പുതിയ കാലത്തിരുന്ന് അത്തരം താരീഖിൻ്റെ ചരിത്ര താളുകൾ വായിച്ചിട്ട് സഹാബികളെ നിന്ദിക്കുന്ന ഒരു പ്രവണത നമുക്കിടയിൽ വ്യാപിച്ചു വരികയാണ്. നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കിക്കോ, ഈ വിഷയത്തിൽ സ്വഹാബികൾ എടുത്ത നിലപാടുകൾ അവരുടെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലെടുത്തതാണ്. മുഅവിയ റളിയല്ലാഹു അൻഹു മുജ്തഹിദാണ്. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലാണ്. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു മുജ്തഹിദാണ്. അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹത്തിന്റെ ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ രണ്ട് കൂട്ടരിലും പെടാതെ മാറി നിൽക്കലും പക്ഷം ചേരാതെ നിൽക്കലുമാണ് നല്ലത് എന്ന് വിചാരിച്ച ഇബ്നു ഉമർ റളിയല്ലാഹു ഒരു പക്ഷം ഉണ്ടായിരുന്നു. അവരും ഇജ്തിഹാദിന്റെ അടിസ്ഥാനത്തിലാണ് എടുത്തത്. നമ്മൾ മനസ്സിലാക്കി, ഇജ്തിഹാദിൽ തെറ്റിയാൽ, ഒരു മുജ്തഹിദിന് അവന്റെ ഇജ്തിഹാദിൽ തെറ്റിപ്പോയാൽ അള്ളാഹു ഒരു കൂലി കൊടുക്കും. അവന്റെ ഇജ്തിഹാദിന്റെ പ്രതിഫലം കൊടുക്കും. ഇനി ഒരു മുജ്തഹിദിന് ശരിയായാലോ, അയാൾ ഇജ്തിഹാദ് നടത്തി, ഗവേഷണം നടത്തി, അയാൾ എടുത്ത തീരുമാനം ശരിയായാൽ 2 കൂലി ഉണ്ടെന്ന. ഒന്ന്, അയാളുടെ ഇജ്തിഹാദിന്, ഗവേഷണത്തിനൊരു കൂലി, രണ്ടാമത്തെ ശരിയായതിന്റെ കൂലി അയാൾക്കുണ്ടാവും. അപ്പൊ മുജ്തഹിദിന് തെറ്റിയാൽ വരെ കൂലിയാണ്. ആ വിഷയത്തിലാണ് നമ്മൾ നമ്മുടെ നാവ് വളച്ച് സ്വഹാബത്തിനെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നത് കൂടി ഞാൻ സാന്ദർഭികമായി ഓർമ്മിപ്പിക്കുക. ഈ യുദ്ധവർക്കിടയിലുണ്ടായി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ യുദ്ധം കൊടുമ്പിരി കൊള്ളുകയും അലി റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു രാഷ്ട്രീയപരമായി 2 തട്ടിലാണ്. നമുക്കിടയിൽ യുദ്ധമൊന്നും ഉണ്ടായിട്ടില്ല. അവർ 2 തട്ടിലായിപ്പോയി. ആ തട്ടിലായി പോയിട്ടും നിങ്ങൾ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നോക്കിക്കോ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുന്ന രംഗം ചരിത്രത്തിൽ കാണാം. കഴിഞ്ഞ ദിവസം യുദ്ധത്തിൽ ഏർപ്പെടേണ്ട ആളുകളാണ്. ഭിന്നതയുടെ ഏറ്റവും രൂക്ഷമായ വശങ്ങളിൽ നിന്ന ആളുകളാണ്. മുആവിയ റളിയല്ലാഹു അൻഹു കരഞ്ഞു എന്ന് മാത്രമല്ല, കരഞ്ഞിട്ട് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാതെ നിലത്തേക്ക് അദ്ദേഹം വീണുപോയി. അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അലി മരിച്ചപ്പോ ഇങ്ങനെ കരയണത്? നിങ്ങൾ യുദ്ധം ചെയ്ത പരസ്പരം ഭിന്നതയിലുള്ള ആളുകളെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അള്ളാഹു മനുഷ്യർക്ക് കൊടുത്തൊരു ഖൈറ് എടുത്തത് എത്ര നഷ്ടമുള്ള ഖൈറാണ് എന്നത് നിനക്കറിയില്ല വിഡ്ഢി എന്ന് പറഞ്ഞിട്ട് ഭാര്യയെ അദ്ദേഹം ആക്ഷേപിക്കുകയാണ് ചെയ്തത്. പരസ്പരം യുദ്ധം ചെയ്ത ആളുകളാ, പരസ്പരം ഭിന്നതയിൽ നിന്ന ആളുകളാ. പക്ഷേ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ആരാണ് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു കൃത്യമായിട്ട് അറിയാം. അദ്ദേഹത്തിന്റെ ഈമാനും തഖ്വയും അറിയാം. പക്ഷേ പൊളിറ്റിക്കലായി അവർക്കിടയിൽ വിയോജിപ്പുണ്ടായി. അവരുടെ ഇജ്തിഹാദിൽ അത് അവർ ന്യായീകരിക്കാവുന്ന തെളിവുകൾ അവർക്കുണ്ടായി. പക്ഷേ അവർ പരസ്പരം ബഅദുഹും ഔലിയാ ബഅദ് അതവർ ലംഘിച്ചിട്ടില്ല. നമ്മളാണ് ചെറിയൊരു പ്രശ്നം മതി, ആ പ്രശ്നത്തിന്റെ പേരിൽ കാഫിറാക്കാൻ വരെ മടിയില്ലാത്ത ആളുകളാണ് നമ്മൾ. ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ പോലും വ്യക്തിപരമായി ഒരാശയത്തെ നമ്മൾ കുഫ്ർ പറയും, പക്ഷേ വ്യക്തിയെ കുഫ്ർ പറയാൻ പാടില്ല. അത് അത്രമാത്രം പ്രഖ്യാപിതമായാൽ മാത്രമാണ് അത് ചെയ്യേണ്ടത്. അവിടെ നിന്ന് നമ്മൾ പോയി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഒന്നാമത്തെ സവിശേഷത ബഅദുഹും ഔലിയാ ബഅദ്. അത് ഉണ്ടെങ്കിലേ അള്ളാന്റെ സ്നേഹം നമുക്ക് കിട്ടും. എല്ലാ മുസ്ലിങ്ങളോടും എല്ലാവരോടും ഒരു ശരാശരി സ്നേഹബന്ധം പുലർത്തണം. ശരാശരി. എത്രത്തോളം നമുക്കിടയിലെ ഫിഖ്ഹിയായ അഭിപ്രായ വ്യത്യാസങ്ങളെ പരിഗണിക്കുകയേ വേണ്ട. ആ അഭിപ്രായ വ്യത്യാസം പറയേണ്ട സമയത്ത് നമ്മൾ പറയണം, പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിക്കണം. പക്ഷേ അതിൻ്റെ പേരിൽ മിണ്ടാതെ സലാം ചൊല്ലാതിരിക്കരുത്. ഇപ്പോൾ അങ്ങനെയാണ്. ആരോടൊക്കെ സലാം ചൊല്ലാം, ആരോടൊന്നും സലാം ചൊല്ലാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന പുരോഹിതന്മാരുള്ള കാലഘട്ടമാണ്. മുസ്ലിങ്ങൾക്കിടയിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന പാടേ, മുസ്ലിമീങ്ങൾക്കിടയിൽ പകർന്നു കൊടുക്കുന്ന പാഠം നോക്കൂ. സലാം ചൊല്ലാൻ പാടില്ലാത്തവർ, ഇനി അഥവാ അവർ ചൊല്ലിയാൽ വഅലൈക്കും എന്ന് പറഞ്ഞിട്ടാ മതി എന്ന് പറയുന്ന പഠിപ്പിക്കുന്ന പുരോഹിതന്മാരുള്ള കാലത്ത് അള്ളാഹ് പറയാ, നിങ്ങൾക്ക് പടച്ചവന്റെ സ്നേഹം വേണോ? ബഅദുഹും ഔലിയാ ബഅദ്. നിങ്ങൾ പരസ്പരം ഔലിയാക്കന്മാരാകണം, എന്നാലേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നൽകൂ. രണ്ടാമത് അള്ളാഹ് പറഞ്ഞത് ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തുൻ. അവർക്കിടയിൽ ഇഖ്വത്ത് ഉണ്ടാകണം, സാഹോദര്യം ഉണ്ടാവണം. അവർക്കിടയിൽ സാഹോദര്യം ഉണ്ടാകണം. സാഹോദര്യത്തിന്റെ പ്രത്യക്ഷ അടയാളം എന്താ?
എനിക്കൊരാളോട് സാഹോദര്യ ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യക്ഷ അടയാളം എന്താ? അയാൾക്കൊരു പ്രയാസം വരുമ്പോൾ അയാൾക്ക് തുണയായിട്ട് ഞാൻ ഉണ്ടാവും. ഇല്ലെങ്കിൽ എന്ത് സഹോദരൻ? സഹോദരനാവണമെങ്കിൽ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് തണലായി താങ്ങായി ഞാൻ ഉണ്ടാവണം. അത് ചിലപ്പോൾ എൻ്റെ സംഘടനക്കെതിരെ അതിശക്തമായ വഅദ് പറയുന്നവനാകും, അത് എൻ്റെ ആശയത്തിനെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ചവനാകും. പക്ഷേ എന്നോട് എന്ത് സ്വീകരിച്ചാലും എനിക്ക് ആശയതലത്തിലെ വെറുപ്പേ ഉള്ളൂ. ആശയതലത്തിലെ വെറുപ്പ്. ഇപ്പോൾ ഞാൻ പറയുന്നത് അതൊക്കെ പോയി ഇങ്ങനെ കാണുന്നത് ശരിയല്ല എന്ന നിലപാടുകൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുക. ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ സലാം ചൊല്ലാത്ത, ഒരു അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുകയാണെങ്കിൽ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്തുടർന്ന് നമസ്കരിക്കാൻ പാടില്ല, അതിൻ്റെ മസ്അലകൾ ചർച്ച ചെയ്യാണ്. അതാണ് നമ്മൾ എടുക്കേണ്ട പണി. ആശയതലത്തിലെ അഭിപ്രായ ഭിന്നതയിൽ ഹക്ക് എന്ന് നമുക്ക് ബോധ്യമുള്ള, യഖീനുള്ള, നമ്മുടെ കയ്യിൽ വിശദീകരിക്കാൻ പ്രമാണമുള്ള നിലപാട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. പക്ഷേ അതിനെതിരെ പറയുന്ന ആളുകൾ കാഫിറാണെന്ന് നമുക്ക് പറയാൻ പറ്റണം. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? കാഫിറാണ് നമ്മൾ ഒരാളെ പറ്റി പറഞ്ഞാൽ, മുഅ്മിനെ പറ്റി പറഞ്ഞാൽ അയാൾ കാഫിർ അല്ലെങ്കിൽ നമ്മൾ കാഫിറാണ് എന്നത് ഉറപ്പിച്ചോ? റസൂലുള്ളാഹി പറഞ്ഞ ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കാഫിർ എന്ന് വിളിച്ചാൽ രണ്ടിലൊരുത്തൻ കാഫിറായി. ഒന്നുകിൽ വിളിക്കപ്പെട്ടവൻ അവൻ കാഫിറായിരിക്കാം, അതുകൊണ്ടായിരിക്കും അവനെ മറ്റൊരു മുസ്ലിം പ്രത്യക്ഷത്തിൽ മുസ്ലിമായി കാണുന്നതുകൊണ്ട് അവനെ മുസ്ലിം എന്ന് നമ്മൾ കരുതുന്നു. പക്ഷേ അവനറിയാം കാഫിർ എന്ന് വിളിച്ചു. അത് സത്യമാണെങ്കിൽ വിളിക്കപ്പെട്ടവൻ കാഫിർ, സത്യമല്ലെങ്കിൽ വിളിച്ചവൻ കാഫിറാ. സത്യമല്ലെങ്കിൽ വിളിച്ചവൻ കാഫിറായിപ്പോയി. അത്രക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ഗൗരവം നൽകിയിട്ടുണ്ട് വിശ്വാസികൾക്കിടയിൽ സൂക്ഷിക്കേണ്ട ബന്ധങ്ങളെ. ആ ബന്ധങ്ങൾ സൂക്ഷിക്കാതെ അള്ളാഹുവിൻ്റെ സ്നേഹം കൂടെ കിട്ടൂല. നമ്മൾ മനസ്സിലാക്കിക്കോ. നമ്മൾ രാത്രി എത്ര തലകുത്തി മറിഞ്ഞിട്ടും, രാത്രി എത്ര സുജൂദിൽ വീണിട്ടും, പകൽ എത്ര നോമ്പെടുത്തിട്ടും ശരി, നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കണോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം. ലാ യുഅ്മിനു അബ്ദുൻ ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി മിനൽ ഖൈർ. നന്മയിൽ നിന്ന് സ്വന്തം നഫ്സിന് വേണ്ടി എന്താണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അത് സ്വന്തം സഹോദരന് വേണ്ടിയും ഇഷ്ടപ്പെടുന്നത് വരെ ലാ യുഅ്മിനു അബ്ദുൻ, ഒരു അടിമ മുഅ്മിനായി മാറുകയില്ല എന്ന് റസൂലുള്ള പറഞ്ഞതിൻ്റെ ഒരു വ്യാപ്തി നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എനിക്ക് നന്മയായിട്ട് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മറ്റൊരു മുഅ്മിന് ഞാൻ ആഗ്രഹിച്ചേ പറ്റൂ. ഒരു മുജാഹിദ് പ്രവർത്തകൻ അവന് നന്മയായിട്ട് എന്തൊക്കെ ആഗ്രഹിക്കുന്നോ അത് സുന്നിക്കും ജമാഅത്തിനും തബ്ലീഗിനും മറ്റ് സംഘടനകളിലുമുള്ള ആളുകൾക്ക്, മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടേ പറ്റൂ. ഒരു ഷാഫിഈ മദ്ഹബുകാരൻ അവന് ഇഷ്ടപ്പെടുന്നത് ഹനഫി മദ്ഹബുകാരനും ഇഷ്ടപ്പെട്ടേ പറ്റൂ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച മുഅ്മിൻ അല്ലെങ്കിൽ പറയണം ഇതൊക്കെ കാഫിർ, ഞാനല്ലാത്ത, എൻ്റെ സംഘടന അല്ലാത്ത ബാക്കിയൊക്കെ കാഫിറാണെന്ന് പറയണം. അത് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടോ? അത് പറയാനുള്ള ചങ്കുറപ്പുണ്ടോ? ഇല്ല. കാരണം എന്താ? നമുക്കറിയാം ആരും കാഫിറല്ല. അഭിപ്രായ വ്യത്യാസങ്ങളിൽ രൂക്ഷമായതുണ്ട്, ഗൗരവമുള്ളതുണ്ട്. പക്ഷേ നമുക്കിങ്ങനെ ആളുകളെ ഹുക്മ ചെയ്യാൻ പറ്റൂല. ആ ഹുക്മ ചെയ്യാൻ പറ്റാത്ത കാലത്തോളം ഈ സ്വഭാവം പുലർത്തിക്കൊണ്ടിരിക്കണം. എല്ലാ മുഅ്മിനുകളോടും, എല്ലാവരോടും ഈ നിലപാട് സ്വീകരിച്ചു കൊണ്ടേയിരിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞെന്തറിയോ? അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദീനു അന്നസിഹ. മതത്തെ നബി പരിചയപ്പെടുത്തിയതാ. അദ്ദീനു അന്നസിഹ, മതം എന്നാൽ തന്നെ ഗുണകാംക്ഷയാണ്. ദീൻ എന്നാൽ ഗുണകാംക്ഷയാണ്. ഗുണകാംക്ഷ മനസ്സിലില്ലാത്ത ഒരുത്തന് ഈ ദീനിന്റെ ഒന്നും അവകാശപ്പെടാൻ പറ്റില്ല. ഗുണകാംക്ഷയാണ് ഈ ദീൻ. കുൽന, ഞങ്ങൾ ചോദിച്ചു, സഹാബികൾ പറയും, ഞങ്ങൾ ചോദിച്ചു, ലിമൻ, ആരോടാണ് റസൂലെ ഗുണകാംക്ഷ? ഖാൽ അല്ലാഹു, അവിടുന്ന് പറഞ്ഞു, ഖാൽ അല്ലാഹു വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീന വആമതിഹിം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുത്ത ആരോടാ? അല്ലാഹുവിനോട്. പിന്നെയോ വലി കിതാബിഹി, അവന്റെ കിതാബിനോട്.
അള്ളാഹുവിൻ്റെ കിതാബിനോട്, ഖുർആനോട്, വലി റസൂലിഹി അള്ളാഹുവിൻ്റെ റസൂലിനോട്, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിലെ നേതാക്കന്മാരോട്, വആമത്തിഹിം അവരിലെ സാധാരണക്കാരോട്, എല്ലാവരോടും ഗുണകാംക്ഷ വെച്ച് പുലർത്തണം. എല്ലാവർക്കും ഖൈറുണ്ടാവുക എന്ന ചിന്തയിലൂടെ മാത്രമേ നിങ്ങളെ സംബന്ധിച്ച് അള്ളാഹിന്റെ സ്നേഹം കിട്ടൂ, പടച്ചോന്റെ ഹുബ്ബ് കിട്ടൂ. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, അൽ മുസ്ലിം അഖുൽ മുസ്ലിം, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ സഹോദരനാണ്. ലാ യളിമുഹു വലാ യുസ്ലിമുഹു, അവനെ ഉപദ്രവിക്കില്ല, ഉപദ്രവിക്കാൻ ഇട്ടുകൊടുക്കുകയില്ല, ആക്രമിക്കാൻ ഇട്ടുകൊടുക്കുകയില്ല, ആക്രമിക്കുകയുമില്ല, ആക്രമിക്കാൻ വിട്ടുകൊടുക്കുകയുമില്ല. വമൻ കാന ഫീ ഹാജത്തി അഖീഹി കാന അല്ലാഹു ഫീ ഹാജത്തിഹി, ആരെങ്കിലും സ്വന്തം സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി, മുസ്ലിമായ ഒരു സഹോദരന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ആരെങ്കിലും പുറപ്പെട്ടു പോയാൽ, ആവശ്യം നിർവഹണത്തിന് വേണ്ടി നടന്നു കഴിഞ്ഞാൽ, കാന അല്ലാഹു ഫീ ഹാജത്തിഹി, അള്ളാഹു അവന്റെ ആവശ്യ പൂർത്തീകരണത്തിന് പടച്ചോൻ നടക്കുന്നു. പടച്ചോൻ അത് ഏറ്റെടുത്തു. ഞാനൊരു മുസ്ലിമിന്റെ ഒരു പ്രയാസം, ഒരു മുസ്ലിമിന്റെ ഒരു ആവശ്യം പൂർത്തീകരിക്കാൻ ഞാനൊരു വഴിയിൽ സഞ്ചരിച്ചാൽ എൻ്റെ ആവശ്യങ്ങൾ ഏറ്റെടുക്കണ പിന്നെ എൻ്റെ റബ്ബാണ്. ആ റബ്ബ് എനിക്ക് എന്തൊക്കെ വേണോ, ആവശ്യമുണ്ടോ, ആ ആവശ്യങ്ങൾ അവൻ പൂർത്തീകരിപ്പിച്ചു തരും. വമൻ ഫറജ അൻ മുസ്ലിമിൻ ഖുർബതൻ ഫറജല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബാതി യൗമിൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ പ്രയാസം നീക്കി കൊടുത്താൽ, ഒരു മുസ്ലിമിനെ സംഘടന നോക്കാണ്ട്, മദ്ഹബ് നോക്കാണ്ട്, കക്ഷി നോക്കാണ്ട്, മുസ്ലിമാണ് എന്ന നിലയ്ക്ക് അവൻ്റെ ഒരു പ്രയാസം മാറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ ഖിയാമത്ത് നാളിൽ എന്തൊക്കെ കുർബത്തുണ്ടോ, എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ, ബുദ്ധിമുട്ടുണ്ടോ, അതിനെപ്പറ്റി അവൻ വെറീഡാവണ്ട, പേടിക്കണ്ട, അല്ലാഹ് അത് മാറ്റിത്തരും. അള്ളാഹു അത് ഏറ്റെടുത്തു. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, ആരെങ്കിലും ഒരു മുസ്ലിമിന്റെ പാപം മറച്ചു വെച്ചാൽ ഖിയാമത്ത് നാളിൽ അള്ളാഹ് അവൻ്റെ പാപം മറച്ചു വെക്കും. ഒരു മുസ്ലിം തെറ്റ് ചെയ്യാനാണുമ്പോഴേ, ഒരു മുസ്ലിം തെറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ പരസ്യപ്പെടുത്താതെ, അവഹേളിക്കാതെ, ആളുകളുടെ ചെവികളിൽ അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാതെ മൂടി വെച്ച് അവൻ്റെ അഭിമാനം സംരക്ഷിച്ചാൽ അള്ളാഹ് പറയാ, ഞാൻ പിന്നെ അവൻ്റെ പാപം മൂടി വെച്ചു. അള്ളാഹ് നമ്മളെ പാപം മൂടി വെച്ച പിന്നെ ആരാ അത് ഓപ്പൺ ചെയ്യാനുള്ളത്? അള്ളാഹു നമ്മുടെ പാപങ്ങൾ ഒളിപ്പിച്ചു വെച്ചാൽ പിന്നെ അത് വിചാരണയില്ല, അത് ആളുകൾക്കിടയിൽ കൊണ്ടുവരില്ല, അത് മായ്ച്ചു കളയപ്പെടും. അള്ളാഹു ഒരാളുടെ പാപം മറച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാണ്. അപ്പോൾ ഒന്നാമത്തേത് അള്ളാഹുവിൻ്റെ ഖുർആൻ, അള്ളാഹിൻ്റെ സ്നേഹം കിട്ടണമെങ്കിൽ നിങ്ങൾ വിശ്വാസികൾ പരസ്പരം സ്നേഹിച്ചു പഠിക്കണം എന്നാണ് നമ്മളെ പഠിപ്പിച്ചത്. നിങ്ങൾക്കിടയിൽ സ്നേഹം നിലനിർത്തണം എന്നാണ്. അങ്ങേയറ്റത്തെ സ്നേഹവും സാഹോദര്യവും നിലനിർത്തണം. രണ്ടാമത്തേത് അഇസ്സത്തിൽ അലൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ കാര്യത്തിൽ പ്രതാപം ഉണ്ടാവുകയും വേണം. ആ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതാപത്തോടുകൂടി പെരുമാറണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കാഫിരീങ്ങളോട് ചീത്തബന്ധം പുലർത്തണം എന്നാണോ? സത്യവിശ്വാസികളല്ലാത്ത ആളുകളോടൊക്കെ, അമുസ്ലിം സഹോദരങ്ങളോടൊക്കെ മോശപ്പെട്ട ബന്ധം പുലർത്തണം എന്നാണോ? അല്ല, മറിച്ച് അവരുടെ കുഫറിൽ ഞങ്ങൾക്ക് അസംതൃപ്തരാണ് എന്ന നിലപാടാണ് നമ്മൾ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതാ. കുഫറിനോട് അസംതൃപ്തമായ നിലപാടാണ് ഞങ്ങൾക്ക്. അതിനോട് ചേർന്ന് നിൽക്കാൻ സാധ്യമല്ല. ഞങ്ങൾക്കതിനോട് ചേർന്ന് നിൽക്കാൻ സാധ്യമല്ല. ഞങ്ങൾ അതിനെ ചീത്തയായി, മ്ലേച്ഛമായി തന്നെ കാണും. ഇത് നമ്മുടെ നിലപാടായിരിക്കണം. ആ വ്യക്തികളോടല്ല. വ്യക്തികളോട് നമ്മൾ കാണിക്കേണ്ട സമീപനം എന്താ? വിശുദ്ധ ഖുർആൻ അത് പറഞ്ഞെന്നല്ലോ. ഏതൊക്കെ പിന്നെ അമുസ്ലിം സഹോദരങ്ങളിൽ ഏതൊക്കെ രൂപത്തിലുള്ള ആളുകളുണ്ടാകും? നിങ്ങളോട് അങ്ങേയറ്റത്തെ മോശമായ നിലപാട് സ്വീകരിക്കുന്ന ആളുകളുണ്ടാവും, നിങ്ങളോട് ഒരു പ്രശ്നമില്ലാത്ത ആളുകളുണ്ടാവും. എല്ലാവരോടും ഒരേ സമീപനം സ്വീകരിക്കണം എന്നാണോ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്? അല്ല. ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരിഹിം അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം. അല്ലാഹു വിരോധിക്കുന്നില്ല. ലാ യൻഹാകുമുല്ലാഹ്, അല്ലാഹു വിരോധിക്കുന്നില്ല. അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാത്ത, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരാത്ത, നിങ്ങൾ മുസ്ലിമായതിൻ്റെ പേര് നിങ്ങളെ കൊല്ലണമെന്ന് വിചാരിക്കാത്ത, നിങ്ങളെ ഈ രാജ്യത്ത് നിന്ന് ഓടിക്കണമെന്ന് വിചാരിക്കാത്ത ആരൊക്കെയുണ്ടോ ആ ആളുകളോട് നിങ്ങൾ പിന്നെ അൻതബറൂഹും വതുഖ്സിതു ഇലൈഹിം, നിങ്ങൾ അവരോട് നീതിയോടെ വർത്തിക്കുന്നതും ബിർറ് ചെയ്യുന്നതും അവർക്ക് പുണ്യം ചെയ്തു കൊടുക്കുന്നതും അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല. പിന്നെയോ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അല്ലാഹു സ്നേഹിക്കുകയാണ് ചെയ്യുന്നത്. ഒരു അമുസ്ലിം സഹോദരനോട് നീതി പാലിക്കണം, ബിർറ് ചെയ്യണം, പുണ്യം ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പടച്ചോങ്ങളെ സ്നേഹിക്കുകയാണ് ചെയ്യുക.
ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും ഫിദ്ദീൻ. എന്നാൽ അള്ളാഹു നിങ്ങളോട് മൈത്രി ബന്ധം വിരോധിക്കുന്നത് ആരോടെ കാര്യത്തിലാ? നിങ്ങളെ മതത്തിന്റെ പേരിൽ കൊല്ലാൻ നടക്കുന്ന ആളുകൾ, അവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധം ഉണ്ടാവരുത്. മുസ്ലിമായി എന്നതിന്റെ പേരിൽ നിങ്ങളെ വധിക്കാൻ നടക്കുന്ന ആളുകൾ, വഅഖ്റുജൂകും മിൻ ദിയാരിക്കും, നിങ്ങളെ വീടുകളിൽ നിന്ന് നിങ്ങളെ ഓടിപ്പിക്കണമെന്ന് വിചാരിക്കുന്നവർ, നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കണമെന്ന് വിചാരിക്കുന്നവർ, അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് നടക്കുന്നവർ, അതിനുവേണ്ടി തങ്ങളുടെ കഴിവുകൾ ഉപയോഗിക്കുന്നവർ, അവരോട് പോയി മൈത്രി ബന്ധം നിങ്ങൾ പുലർത്തരുത്. വലാഹറു അലാ ഇഖ്റാജിക്കും അൻ തവല്ലൗഹും. അതുപോലെ തന്നെ നിങ്ങളെ പുറത്താക്കുന്നതിൽ സഹകരിക്കുന്ന ആളുകൾ, നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഓടിക്കാൻ സഹകാരികളായി വർത്തിക്കുന്നവർ, അൻ തവല്ലൗഹും, അവരോട് മൈത്രി നിങ്ങൾ കാണിക്കരുത്. വമൻ യതവല്ലഹും, ആരെങ്കിലും അത്തരം മുസ്ലിം വിരോധികളോട് മൈത്രി ബന്ധം പുലർത്തിയാൽ ഫഉലൈക ഹുമുൽ ളാലിമൂൻ, അവൻ അക്രമികളിൽപ്പെട്ടവനാണ്, അക്കൂട്ടർ തന്നെയാണ് അക്രമികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ വ്യക്തമാണ് വിശുദ്ധ ഖുർആൻ. സൂറത്ത് മുംതഹിന 8-9 ആയത്ത് നിങ്ങൾ നോക്കിക്കോ. നിങ്ങൾ ആരോടൊക്കെ ആത്മബന്ധം പുലർത്തണം, ആരോടൊക്കെ ശക്തമായ ബന്ധം പുലർത്തണം, ആരോടൊക്കെ പുലർത്താൻ പാടില്ല, അമുസ്ലിങ്ങളിൽ നിന്ന് അള്ളാഹു വേർതിരിച്ചു തന്നു. നിങ്ങളെ കൊല്ലാൻ നടക്കണവനോട് പോയിട്ട് ആത്മബന്ധം നിങ്ങൾ പുലർത്തണ്ട. നിങ്ങളെ വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് നിങ്ങൾ ഓടിപ്പിക്കാൻ നടക്കുന്നവനോട് ആത്മബന്ധം പുലർത്തണ്ട. അതല്ലാത്ത എല്ലാ അമുസ്ലിങ്ങളോടും നിങ്ങൾ ബിർറും ചെയ്യണം, പുണ്യവും ചെയ്യണം. ബിർറും ചെയ്യണം, പുണ്യവും ചെയ്യണം. അങ്ങനെ പുണ്യം ചെയ്യുന്ന, ബിർറ് ചെയ്യുന്നവരെ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, അവരല്ലാഹ്ക്ക് ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഇഷ്ടം നേടലാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അള്ളാഹുവിന്റെ ഇഷ്ടം നേടലാണ് ജീവിത ലക്ഷ്യം. ആ ജീവിത ലക്ഷ്യത്തിന്റെ ഭാഗമാണ് മനുഷ്യരെന്ന് പറഞ്ഞാൽ അവരെ ആദരിക്കാൻ പറ്റണം, മനുഷ്യരെ മൊത്തം. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല സൂറത്ത് ഇസ്രാഇന്റെ 70-ാമത്തെ ആയത്തുകളൊന്നും പഠിച്ചു നോക്കൂ. അള്ളാഹു ഇവിടെ പറഞ്ഞു വലഖദ് ഖറംനാ ബനി ആദം, ആദം സന്തതികളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. അള്ളാഹ് പറയാ, ആദം സന്തതികൾ ആരൊക്കെ ഉണ്ട്? ആ ആദം സന്തതികളിൽ മുഴുവൻ മനുഷ്യന്മാരുണ്ട്, എല്ലാ മതസ്ഥരുമുണ്ട്. വലഖദ് ഖറംനാ ബനി ആദം, ആദം മക്കളെ ഞാൻ ആദരിച്ചിരിക്കുന്നു. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, അവരെ കടലിലും കരയിലും ഞാൻ വാഹനത്തിൽ കൊണ്ടുപോയി അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞാൻ കൊടുത്തു, യാത്രയുടെ സൗകര്യങ്ങൾ കൊടുത്തു. വറസഖനാഹും മിനത് ത്വയ്യിബാത്ത്, പവിത്രമായതിൽ നിന്ന് നാം അവർക്ക് ഭക്ഷണം കൊടുത്തു. വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖനാ തഫ്ളീല, നാം പടച്ചതിൽ ഭൂരിപക്ഷത്തിനേക്കാളും, നാം പടച്ചതിൽ ധാരാളത്തെക്കാളും അവരെ നാം ഉത്കൃഷ്ടരാക്കിയിരിക്കുന്നു. അല്ലാഹ് പറയാം. അതുകൊണ്ട് വിശ്വാസിനെ സംബന്ധിച്ച് ഇപ്പോൾ ചില ആളുകൾക്ക് മലപ്പുറത്ത് ശ്വാസം കിട്ടാത്ത ആൾക്കാരുണ്ട്, മുസ്ലിങ്ങൾ കൂടുതലുള്ളതുകൊണ്ട്. അതുപോലെ തന്നെ മുസ്ലിങ്ങൾ കൂടുതലുണ്ടെങ്കിൽ ഈ രാജ്യത്തെന്തോ ആപത്ത് സംഭവിക്കാൻ പോകുമെന്ന് പറയുന്നവരുണ്ട്. മുസ്ലിങ്ങളൊക്കെ തന്നെ സങ്കുചിതമായ ആളുകളാണെന്ന് പറയുന്ന ആളുകളുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ടാൽ, മുസ്ലിമീങ്ങളുമായി ചേർന്ന് നിന്നാൽ അത്തരം ആളുകൾക്കിടയിൽ ഇത് വില പോവില്ല. കാരണം എന്താ? മുസ്ലിങ്ങളെ വിശ്വാസം തന്നെ എന്താ? ഈ ആളുകളുടെയൊക്കെ, മുസ്ലിങ്ങളല്ലാത്ത ആളുകളുടെ ഒക്കെ അവസ്ഥ എന്താ? അവർ മനുഷ്യനെ കാണുന്നത് എങ്ങനെയാ? വിശ്വാസപരമായി മനുഷ്യനെ കാണുന്നത് എങ്ങനെയാ? മുസ്ലിം വിശ്വാസപരമായി മനുഷ്യനെ കാണുന്നത് എങ്ങനെയാ? അതും നമ്മൾ ആദ്യം നോക്കണ്ടേ. ഈ രാജ്യത്ത് മുസ്ലിങ്ങളും അല്ലാത്തവരും മനുഷ്യനെ പറ്റിയിട്ട് അവരെ കാഴ്ചപ്പാടെന്താ? മുസ്ലിമിന്റെ കാഴ്ചപ്പാടാണ് ഈ പറഞ്ഞത്. അള്ളാഹ് ആദരിച്ച സൃഷ്ടി, അള്ളാഹ് ഒരുപാട് അനുഗ്രഹം കൊടുത്ത സൃഷ്ടി, അള്ളാഹ് പടച്ചതിൽ പലതിനേക്കാളും ആദരിച്ച ഒരു സൃഷ്ടി. ഇതാണ് മുസ്ലിമിന്റെ വിശ്വാസം. അതിൽ ആരൊക്കെ പെടും? അതിൽ എല്ലാ മനുഷ്യരും പെടും. എന്നാൽ ഇവിടെ പലരും വിശ്വസിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ പലരും വിശ്വസിക്കുന്നത് മനുഷ്യരിൽ ചിലർ നായ്ക്കളെപ്പോലെ നടക്കേണ്ട ചിലരുണ്ട്. അടിമവേല ചെയ്ത് ജീവിതത്തിന്റെ ആ കർമ്മം ചെയ്ത് നടക്കേണ്ട ആളുകളുണ്ട്. ഉന്നതന്മാരായി സേവനം മാത്രം കിട്ടുന്ന ആളുകളുണ്ട്. താഴ്ന്നവനായിട്ട് അടിയിലേക്ക് പോണുണ്ട്. പടച്ചോൻ ഉണ്ടാക്കിയാണ് മനുഷ്യരിലെ ഈ പറയുന്ന വ്യത്യസ്ത ശ്രേണിയിൽ മനുഷ്യരെ ഉന്നതനും താഴ്ന്നവനുമായി വിശ്വസിക്കുന്ന ആളുകളുണ്ട്, വിശ്വാസധാരകളുണ്ട്. നിങ്ങൾക്ക് മുസ്ലിമിനെ സംബന്ധിച്ച് ഈ രാജ്യത്തിന്റെ മൈത്രി ബന്ധം കാത്തു സൂക്ഷിക്കാനുള്ള ഒരു സാമൂഹികമായിട്ടുള്ള കാഴ്ചപ്പാടല്ല ഈ ബന്ധം. അള്ളാന്റെ കിതാബ് പറഞ്ഞതാണ്. സാമൂഹിക കാഴ്ചപ്പാടിന് നമ്മൾ പഠിച്ചെടുത്തതല്ല. നിങ്ങളുടെ പരസ്പരം നമ്മൾ എങ്ങനെ ആയിരിക്കണം, പരസ്പരം നമ്മൾ പരസ്പരമുള്ള ആദരവും സ്നേഹവും വെച്ച് പുലർത്തണം എന്നത് അള്ളാന്റെ കിതാബിൽ നിന്ന് മുസ്ലിം പഠിച്ചതാ.
അല്ലാതെ ഈ നാട്ടിലെ മൈത്രി ബന്ധങ്ങൾ പഠിപ്പിച്ച പാഠങ്ങളിൽ നിന്ന് പഠിച്ചതല്ല, അത് രണ്ടാമത് പഠിച്ചതാ. ആദ്യം പഠിച്ചത് അള്ളാന്റെ കിതാബിന്നാ. അതുകൊണ്ട് വിശ്വാസികളെ അവരോടുള്ള ബന്ധം ശക്തമായ സ്നേഹബന്ധമാണ്, മാനവിക ബന്ധമാണ്. പക്ഷെ അവരുടെ ആശയങ്ങളോട് അതിശക്തമായ മാറി നിൽക്കൽ നമ്മിൽ നിന്നുണ്ടാവും. അത് ആളെ സോപ്പിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അസറുകൾ, ബഹുദൈവ വിശ്വാസത്തിൻ്റെ അസറുകൾ, ആ അസറുകളൊക്കെ ഇങ്ങനെ ആളുകളെങ്ങനെ സോപ്പിടാൻ വേണ്ടിയിട്ട് സ്വീകരിക്കുന്ന സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല. പക്ഷേ ആ വ്യക്തികളോട് ശക്തമായ സ്നേഹമുണ്ടാക്കണം. ഈ രൂപത്തിൽ മുസ്ലിമീങ്ങളോട് കനിവ് കാണിക്കുന്ന, താഴ്മ കാണിക്കുന്ന അമുസ്ലിങ്ങളോട്, കാഫിരീങ്ങളോട് തങ്ങളുടെ ഇസ്സത്ത് പണയപ്പെടുത്താത്ത നിലപാട് സ്വീകരിക്കുന്ന വിശ്വാസികൾക്കാണ് അള്ളാന്റെ സ്നേഹം ലഭിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിക്കുക. അതുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും ലഭിക്കുന്ന വിശ്വാസികളുടെ സവിശേഷതയാണ് റബ്ബ് സുബ്ഹാനഹു തആല ആ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിനൽ ഹബീബി മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി അർഹതക്കനുസൃതമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ ജുമുഅ ഖുത്ബ തുടങ്ങി കുറേ നേരം കഴിഞ്ഞിട്ടാണ് ആളുകൾ ഇപ്പോഴും പള്ളിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 5 മിനിറ്റ് നേരം വൈകി വരുന്ന ആൾ, പ്രത്യേകിച്ചൊരു സമയവും അയാൾക്ക് ലാഭിക്കാനില്ല. ഖുത്ബയുടെ ജുമുഅയുടെ അപൂർണത, കാമിലായ അവസ്ഥ, അതിൻ്റെ പ്രതിഫലത്തിൻ്റെ സമ്പൂർണത അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്തു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ് മിമ്പറിൽ കയറുന്നതോടുകൂടി മലക്കുകൾ അവരുടെ ഗ്രന്ഥങ്ങൾ അടച്ചു കളയും എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പള്ളിയിലേക്ക് ഇമാമ് മിമ്പറിൽ കയറുന്നതിന് മുമ്പ് ആരൊക്കെ കടന്നു വരുന്നുണ്ടോ അവരുടെ പേരുകൾ മാത്രമാണ് മലക്കുകൾ പുണ്യത്തിൻ്റെ അവരുടെ ഏടുകളിൽ എഴുതുകയുള്ളൂ. അവരുടെ പേരുകൾ മാത്രമാണ് മലക്കുകളുടെ ഗ്രന്ഥത്തിൽ എഴുതുള്ളൂ. ആ ആളുകൾ ഇമാം മിമ്പറിൽ കയറിയാൽ സലാം പറഞ്ഞാൽ മലക്കുകൾ അവരുടെ ഗ്രന്ഥം അടച്ചു വെക്കുകയും ഖുത്ബ കേൾക്കാനിരിക്കുകയും ചെയ്യും. പിന്നെ വരുന്നവരുടെ പേരൊന്നും മലക്കുകളുടെ ഗ്രന്ഥങ്ങളിൽ ഉണ്ടാവില്ല. എന്ന് പറഞ്ഞാൽ കാമിലായിട്ടുള്ളൊരു പ്രതിഫലം, സമ്പൂർണ്ണമായ പ്രതിഫലം ജുമുഅയുടേത് അവർക്ക് കിട്ടില്ല. 1 മിനിറ്റും 5 മിനിറ്റൊക്കെ നേരം വൈകി വരുന്നതോടുകൂടി എന്താണ് സംഭവിക്കുന്നത് ആലോചിച്ച് നോക്കൂ. 5 മിനിറ്റാണ്, അതുകൊണ്ട് എന്താണ് നമുക്ക് കിട്ടിയത്? ചില ആളുകൾ വിചാരിക്കുന്നത് ബാങ്ക് കഴിഞ്ഞ് ഹംദും സലാത്തൊക്കെ കഴിഞ്ഞ് വഅള് വരുന്ന സമയത്തേക്ക് ഇങ്ങോട്ട് എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടാവും. നമ്മളിത് ആ രൂപത്തിലല്ല ജുമുഅയെ കാണേണ്ടത്. മറിച്ച് ജുമുഅയെ കാണേണ്ടത് ആരാധനയായിട്ടാണ്. നമ്മളൊരു പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ ഇമാമ് നിസ്കാരം അങ്ങോട്ട് തുടങ്ങട്ടെ, ആ തുടങ്ങി നിസ്കാരമൊക്കെ 2 റക്അത്താകുമ്പോൾ നമുക്ക് മെല്ലനെ കയറി ജോയിൻ ചെയ്യാം എന്ന് വിചാരിച്ച നിയ്യത്തോടു കൂടി ജമാഅത്തിന് വന്നിട്ട് കാര്യമുണ്ടോ? നേരെ മറിച്ച് നമ്മൾ ജമാഅത്തിന് ഓടി ആദ്യം തൊട്ട് കിട്ടണം എന്ന് കരുതി ഓടി എത്തിയപ്പോഴേക്കും ജമാഅത്തിൻ്റെ അവസാന സമയമായെങ്കിൽ അള്ളാഹു ആ നെയ്യത്തനുസരിച്ച് ആദ്യത്തെ കൂലി നമുക്ക് തരുന്നു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ജുമുഅയെ സംബന്ധിച്ച് നമ്മൾ ഇറങ്ങുന്നത് തന്നെ കുറച്ച് തുടങ്ങട്ടെ എന്ന് കരുതിയിട്ടാണ്. അങ്ങനെ കരുതി ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് അവൻ്റെ പേര് മലക്കുകളുടെ ഗ്രന്ഥങ്ങളിൽ ഒരിക്കലും രേഖപ്പെടുത്തപ്പെടില്ല. ഖിയാമത്ത് നാൾ വരെ, അല്ലെങ്കിൽ അവൻ്റെ ഖിയാമത്ത് വരെ, അവൻ്റെ മരണം വരെ അവൻ ഇങ്ങനെയാണ് സമീപനം സ്വീകരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അവൻ്റെ പേര് മലക്കുകളുടെ ഗ്രന്ഥത്തിൽ ഉണ്ടാവുക? അള്ളാഹുവിൻ്റെ അടുക്കൽ പള്ളിയിലേക്ക് വരാത്ത ഒരുത്തനെ പോലെ, ജുമുഅയ്ക്ക് പങ്കെടുക്കാത്ത ഒരുത്തനെ പോലെ മുസ്ലിങ്ങളുടെ പേരുകളിൽ അവൻ്റെ പേരില്ലാത്തവരായി മലക്കുകൾ ആ ഗ്രന്ഥം സമർപ്പിക്കും എന്ന് നമ്മൾ ഗൗരവത്തോടെ കാണാം. അതുകൊണ്ട് വിശ്വാസികളെ, ജുമുഅ ഖുതുബ ആരാധനയാണ്. അത് വഅളല്ല, പ്രഭാഷണമല്ല, പ്രസംഗമല്ല. അതിൻ്റെ മാധുര്യം വേണമെന്നില്ല, അതിന് ശക്തമായ പ്രലോഭന ശേഷി ഉണ്ടാകണമെന്നില്ല. മറിച്ച് അതൊരു ആരാധനയായി കരുതിയിട്ട് നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. നമസ്കാരത്തെ എങ്ങനെ കാണണോ അതുപോലെ ആരാധനയായിട്ട് അതിനെ കരുതുക. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരം സൂക്ഷ്മതകൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, 27-ാം തീയതി ഞായറാഴ്ച വൈകിട്ട് 4:30 വൈറ്റില സലഫി മസ്ജിദ് ഹാളിൽ വെച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത്
എവിടെയാണ് പ്രതാപം, എങ്ങനെയാണ് അതിലെത്തുക എന്ന വിഷയത്തിൽ ബഹുമാന്യനായ പണ്ഡിതൻ MM അക്ബർ സാഹിബിൻ്റെ ഒരു പ്രോഗ്രാം നടക്കുകയാണ്. സംശയ നിവാരണത്തിനുള്ള അവസരവും കൂടിയുണ്ട്. നിങ്ങൾക്കറിയാം, ഈ പ്രോഗ്രാം സ്വാഭാവികമായും മുസ്ലിം ഉമ്മത്തിന് എവിടെയാണ് അപജയം സംഭവിച്ചത്, എന്താണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് എന്നതിനെപ്പറ്റി കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു ഉമ്മത്ത് എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ഏത് നിലപാട് സ്വീകരിക്കണമെന്ന വിഷയത്തിലേക്ക് കാഴ്ചപ്പാട് നൽകുന്ന ഒരു പ്രോഗ്രാമാണ്. ഇൻസ്പയറുമായി ബന്ധപ്പെട്ട ISM സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന ഇൻസ്പയർ എന്ന പ്രോഗ്രാമിൻ്റെ അതിൻ്റെ ഭാഗമായി ഒക്ടോബറിൽ നടക്കുന്ന സമ്മേളനത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപന സമ്മേളനമായിട്ടാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ പ്രോഗ്രാമിലേക്ക് എത്തണമെന്നും ഉമ്മത്ത് എന്ന നിലയ്ക്ക് നമ്മുടെ പ്രതാപം എവിടെയാണ് നഷ്ടപ്പെട്ടത്, എങ്ങനെയാണ് നമ്മളത് വീണ്ടെടുക്കേണ്ടത് എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉണ്ടാവുകയും അത്തരം ധാരണ പശകുകളുള്ള ആളുകൾ അതിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കൂടി കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാനും പഠിപ്പിച്ചു കൊടുക്കാനുമുള്ള ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നന്മയിൽ പരസ്പരം സഹകരിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബ് ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ച്, റബ്ബ് ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ മരിച്ച്, അവൻ ഇഷ്ടപ്പെടുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന വിശ്വാസികളിൽ നാം ഏവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിയാതെയും അറിഞ്ഞും രഹസ്യമായും പരസ്യമായും നമ്മിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ഒന്നൊഴിയാതെ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തോടു കൂടി പ്രവേശിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, മാറാരോഗങ്ങളിൽ നിന്ന്, പെടുമരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന്, ദാരുണാന്ത്യങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. എല്ലാ ഫിത്നകളെ തൊട്ടും അള്ളാഹു നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമൂഹത്തെയും കാത്തു സംരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രാജ്യത്ത് സമാധാനവും സഹോദര്യവും നിലനിർത്തുന്ന അന്തരീക്ഷം അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. പരസ്പരം സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മനുഷ്യർക്കിടയിൽ, നമ്മുടെ സമൂഹത്തിനിടയിൽ വിദ്വേഷവും ഫിത്നയും കുത്തിവെക്കുന്ന ആളുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാം കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അവരുടെ ഷർറിനെ അള്ളാഹു തടുക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വിശ്വാസികളിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആശ്വാസവും സമാധാനം നൽകുമാറാകട്ടെ. അവരനുഭവിക്കുന്ന എല്ലാ പീഡനങ്ങളും പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു അവരെ കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. ഫലസ്തീനിലെ സഹോദരങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകുമാറാകട്ടെ. അവരെ ഉപദ്രവിക്കുന്ന, ആക്രമിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് പിന്തിരിയാനുള്ള സന്മനസ് അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർ പിന്തിരിയാത്തവരാണെങ്കിൽ അള്ളാഹു അവരെ നിലക്ക് നിർത്തുന്ന നാശം, ശിക്ഷ അവനിറക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല അനുഗ്രഹിച്ച ദാസന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള വിശ്വാസിനിക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മോട് ദുആകൾ കൊണ്ട് വസിയത്ത് ചെയ്ത സഹോദരങ്ങളുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അള്ളാഹു പൂർത്തീകരിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കൂടിയിരിക്കാൻ നമുക്കെല്ലാം തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وآخر دعوانا الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين.